സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. തന്ത്രിക്കായി SIT കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 22-ന് വിജിലൻസ് കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. തന്ത്രിയുടെ ജാമ്യ ഹർജിയും 22-ലേക്ക് മാറ്റി. N വാസുവിനെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ഫെബ്രുവരി 2-ന് വീണ്ടും ഹാജരാക്കും. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇപ്പോൾ N വാസുവിനെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നത് മാത്രമല്ല, തന്ത്രിയെ വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കുന്നു. തന്ത്രിയുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യം കൂടിയുണ്ട്. എന്താണ് അറിയാനാകുന്നത്? അതായത് സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തന്ത്രിയെ വിശദമായി കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാണ് SIT നിലവിൽ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം SIT കോടതിയിൽ അറിയിച്ചു. 22-ന് വിജിലൻസ് കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. ഒപ്പം തന്നെ ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷയും 22 തന്നെ കോടതി പരിഗണിക്കാനാണ് സാധ്യത. ഈ കേസിലെ മുൻ ജാമ്യങ്ങളൊക്കെ പരിഗണിച്ച സാഹചര്യങ്ങളൊക്കെ വെച്ച് തന്ത്രിക്ക് കോടതി ജാമ്യം അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. തന്ത്രിയെ നേരിട്ട് SIT കസ്റ്റഡിയിലേക്ക് ചോദ്യം ചെയ്യലിന് വിടാനാണ് സാധ്യത. ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് N വാസുവിന്റെ റിമാൻഡ് കാലാവധിയും കോടതി നീട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ 14 ദിവസത്തേക്കാണ് വീണ്ടും കൊല്ലം വിജിലൻസ് കോടതി നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 2-ന് അദ്ദേഹത്തെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അതാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT സംഘം അവരുടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണ്. തന്ത്രി ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ എന്നാണ് ഇന്നെന്തായാലും SIT കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. സ്മൃതി, ശരി. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. SIT കൂടുതൽ ചോദ്യം ചെയ്യാൻ തന്ത്രിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നുള്ളതാണ്.